Hi friends, എല്ലാവർക്കും A2Z മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് നമുക്ക് ഒരു സ്പീക്കർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്പീക്കർ ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ ഉപയോഗിച്ചിട്ടാണ്. അതായത് ഒരു കുഞ്ഞി സ്പീക്കറാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ സ്പീക്കറായിട്ട് തോന്നുന്നില്ല, പക്ഷേ സ്പീക്കറാണ്. അപ്പോൾ ആ സ്പീക്കർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി സമയം കളയാതെ നേരെ വീഡിയോയിലേക്ക് വിടാം. അപ്പോൾ നമുക്ക് ആദ്യം ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുക്കാം. ഇനി നമുക്ക് ഈ ബോട്ടിലിൻ്റെ ഒരു വശം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്ന ഈ ഒരു ഭാഗമാണ് നമ്മുടെ സ്പീക്കറിൻ്റെ ഡയഫ്രമായിട്ട് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിൻ്റെ അകത്തേക്ക് കയറുന്ന രീതിയിലുള്ള ഒരു ചെറിയ കുഴലെടുക്കാം. ഇനി അതിൻ്റെ മുകളിലായിട്ട് നമുക്കൊരു ചാർട്ട് പേപ്പർ ഒന്ന് ചുറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഡയഫ്രത്തിനകത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കോയിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമുള്ളത് ഇൻസുലേറ്റഡ് ആയിട്ടുള്ള ഒരു കോപ്പർ വയറാണ്. ഇനി ഇത് നമ്മുടെ ചാർട്ട് പേപ്പർ റോളിൻ്റെ മുകളിലായിട്ട് നമുക്കൊന്ന് ചുറ്റിയെടുക്കാം. നമ്മളിങ്ങനെ ചുറ്റിയെടുക്കുന്ന സമയത്ത് ചുരുങ്ങിയത് ഒരു 50 തവണയെങ്കിലും നമ്മളിതിൽ ചുറ്റിയെടുക്കണം. ഈ ഇൻസുലേറ്റഡ് കോപ്പർ വയർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു പഴയ കേടുവന്ന DC മോട്ടറിൻ്റെ അകത്തുനിന്ന് എടുത്തതാണ്. അതല്ലെങ്കിൽ നമുക്ക് എല്ലാ ഇലക്ട്രിക്കൽ ഷോപ്പുകളിലും ഇത് വാങ്ങാൻ കിട്ടും. ഓക്കെ, അങ്ങനെ നമ്മളിതിപ്പോൾ ചുറ്റിക്കഴിഞ്ഞു. നമ്മളിപ്പോൾ ഒരു 50-ൽ കൂടുതൽ ഇതിപ്പോൾ ചുറ്റിയെടുത്തിട്ടുണ്ട്. ഇനി 2 വയറുകൾ കൂടി ഒന്ന് ചുറ്റി വയ്ക്കാം, അതായത് നമ്മുടെ ഈ കോയിൽ അഴിഞ്ഞു പോവാതിരിക്കാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ 2 വശത്തും എക്സസൈഡ് വന്നിട്ടുള്ള, അതായത് ചാർട്ട് പേപ്പറിൻ്റെ എക്സസൈഡ് വന്നിട്ടുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ഇനി അവസാനമായിട്ട് നമുക്ക് ഈ കോയിൽ സെറ്റായിരിക്കാനായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് നമുക്കൊരു ടേപ്പ് ചുറ്റിയെടുക്കാം. അതായത് നമ്മുടെ ഈ കോയിൽ എന്തെങ്കിലും ഒരു കാരണവശാൽ അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത്. ഇനി നമുക്കിത് നമ്മുടെ ഡയഫ്രത്തിനകത്തേക്ക്, അതായത് നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ പീസിനകത്തേക്ക് നമുക്ക് കയറ്റി വയ്ക്കാം. ഇനി നമ്മുടെ ഹെഡ്സെറ്റ് ജാക്കിൽ നിന്നും നമ്മുടെ സ്പീക്കറിലേക്ക് കണക്ട് ചെയ്യാനുള്ളൊരു കേബിൾ നമുക്ക് വേണം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു ഹെഡ്സെറ്റ് തന്നെയാണ്. ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ട് കേടുവന്ന് കിടക്കുന്ന ഒരു ഹെഡ്സെറ്റാണ്, അതുകൊണ്ടാണ് നമ്മൾ ഇതന്നെ എടുക്കാൻ കാര്യം. അതല്ലെങ്കിൽ നമുക്കൊരു ഓക്സ് കേബിൾ ആയാലും മതി. അപ്പോൾ നമ്മളിതിപ്പോൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ അകത്ത് ഒരുപാട് വയറുകളാണ് നമുക്ക് കാണാൻ പറ്റുക. ഏകദേശം ഒരു 4-5 വയർ ഇതിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ഞാനതിൽ ബ്ലൂവും ഗ്രീനുമാണ് സെലക്ട് ചെയ്യുന്നത്. ഇതിപ്പോൾ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇയർഫോണിലേക്ക് പോകുന്ന കേബിൾ ഏതാണെന്ന് കട്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഇനി നമുക്കതിൻ്റെ ഇൻസുലേഷൻ കളയാനായിട്ട് ഒന്ന് ഹീറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതേപോലെ കോയിലിലെ ഇൻസുലേഷനും കൂടി നമുക്കൊന്ന് കളയണം. ഇനി നമുക്ക് ആ ബോട്ടിലിൻ്റെ ക്യാപ്പിലേക്ക് ഒരു ഹോളിട്ട് എടുക്കണം. അതിനായിട്ട് ഞാനിപ്പോൾ സോൾഡറിങ് അയണാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഹോളിട്ട് എടുക്കാൻ പറ്റും. ഇനി ഇതിനകത്തുകൂടെയാണ് നമ്മുടെ ഹെഡ്സെറ്റ് കേബിള് നമ്മുടെ കോയിലുമായിട്ട് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ നമ്മുടെ കോയിലും നമ്മുടെ ഹെഡ്സെറ്റ് കേബിളും കണക്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കതിൻ്റെ മുകളിലായിട്ട് ചെറിയൊരു ടേപ്പ് ഒട്ടിച്ചു കൊടുക്കാം. ഇത് പരസ്പരം തമ്മിൽ മുട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ആവശ്യമുള്ളത് മാഗ്നറ്റാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 6 ചെറിയ മാഗ്നറ്റാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ മാഗ്നറ്റ് നമ്മുടെ ക്യാപ്പിൻ്റെ അകത്തേക്ക് ഒന്നില്ലെങ്കിൽ നമുക്കൊരു ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ച് വയ്ക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു എക്സ്ട്രാ മാഗ്നറ്റ് അതിൻ്റെ പുറത്തോട് വെച്ച് കൊടുത്താൽ അതങ്ങനെ ഒട്ടിപ്പിടിച്ചിരിക്കും. അങ്ങനെ നമ്മുടെ സ്പീക്കറിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ കോയിലിൻ്റെ അകത്തേക്ക് ഇപ്പം മാഗ്നറ്റ് സെറ്റായിട്ട് ഇരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സ്പീക്കർ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ചെക്ക് ചെയ്ത് നോക്കാം. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഉണ്ടാക്കിയ ഈ ഒരു സ്പീക്കർ വർക്കിംഗ് ആണ്. പക്ഷേ അത്ര വലിയൊരു വോളിയം ഇതിൽ നിന്ന് കിട്ടുന്നില്ല. ഇപ്പോൾ നമ്മുടെ മൈക്ക് അടുത്ത് വെച്ചത് കൊണ്ടാണ് നമുക്ക് ഇത്രയെങ്കിലും ഒരു വോളിയം ഇതിൽ നിന്ന് കിട്ടുന്നത്. നമ്മുടെ ഹെഡ്സെറ്റ് ജാക്കിൽ നിന്നും വരുന്നത് അത്ര പവർഫുൾ ആയിട്ടുള്ളൊരു വോളിയം അല്ല. അതുകൊണ്ടാണ് നമുക്കിത് സൗണ്ട് നന്നേ കുറവായിട്ട് തോന്നുന്നത്. പക്ഷേ നമ്മളിതിൻ്റെ ഇടയിൽ ഒരു ആംപ്ലിഫയർ കൊടുത്താണെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് നമുക്ക് വോളിയം കിട്ടും. അതുകൂടാതെ നമ്മൾ ഒറിജിനൽ സ്പീക്കറിൻ്റെ എന്തായാലും അത്രത്തോളം ഒരു വോളിയം നമ്മുടെ ഉണ്ടാക്കിയ സ്പീക്കറിന് കിട്ടില്ല.
പക്ഷേ നമ്മുടെ സ്പീക്കർ 100% വർക്കിംഗ് ആണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്ത ഈ ഒരു കുഞ്ഞ് സ്പീക്കർ ഉണ്ടാക്കുന്ന വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. നമുക്കിത് വലിയ ഉപകാരപ്പെട്ടില്ലെങ്കിലും ഈ ഓരോ അറിവുകളും തീർച്ചയായിട്ടും നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും നമുക്ക് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കുന്നതിനായിട്ട് A2Z മലയാളം യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിലും മെച്ചപ്പെട്ട വീഡിയോസുമായി നമുക്ക് അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം.